നമ്മുടെ കല്യാണ ചക്കൻ അവിടെ അവരെ ടെറസിലുണ്ട്. ഉണ്ണി എവിടെ? ഉണ്ണി നമ്മുടെ ഉണ്ണിയാണോ? പുള്ളി അകത്തുണ്ടാവും. താങ്ക് യു. അങ്ങനെയൊന്നും ഇല്ലെന്ന് അത് ആൾക്കാർ വെറുതെ പറഞ്ഞ. രാവിലെ വന്നു. അല്ല ചേച്ചി, ചേച്ചിക്ക് ആള് മാറിയതാ. ഇത് പിന്നെ എന്താ? അതെ, ഇവിടെ ഹലോ പോട്ടെ പോട്ടെ. ഹലോ കഴിച്ചാ എന്തൊട്ട സാധനല്ലേ? അതെ, നമ്മുടെ നാടൻ മലയാളി വാറ്റ്. അതെ, നിങ്ങൾ ഈ അടിക്കുന്ന കൂട്ട് കാവട്ട സാധനമൊന്നും അല്ലത്. ആൽക്കഹോൾ കണ്ടന്റ് എത്രയാണെന്നറിയാവോ? 65%. കുറച്ചടിച്ചാ മതി. കുറച്ചടിച്ചാ മതി. ഗ്ലാസും വെള്ളം എടുത്തോ, കുറച്ചടിച്ചേക്കാം. ഞാനിതൊന്നും വിളിപ്പിക്കട്ടെ. ഓരോന്ന് അടിച്ചിട്ട് എന്തൊരു കേസെന്നറിയോ? നമ്മുടെ കുടുംബക്കാർ മാത്രല്ല, പുറത്തുനിന്ന് വന്നേക്കല്ലേ, നാണക്കേടാവും. എന്നാ വേണ്ട, ഓരോരോ ചെറു ഭക്ഷണത്തിന് പോവാം. പുറത്തുനിന്ന് ആൾക്കാർ വന്നു തന്നെ നമ്മുടെ ആൾക്കാരുടെ ഭക്ഷണത്തിന് മുന്നേ ഡോക്ടർ പറഞ്ഞായിരുന്നു. അതൊക്കെ എനിക്കറിയാം. ഇതൊന്നും വിളിപ്പിച്ച ഞാൻ പറയാം. എന്താ ബാത്റൂമിൽ എല്ലാം പോവാനായിരിക്കും. അതാ, അല്ലാതെ ഒരു കാലെടുത്തേ. വേണ്ട, ഡയറ്റിംഗ് വലിയ പീസ് നോക്കിയിട്ട്. കഴിക്കൂ. മതി മോനെ കഴിക്കൂ. TP സിമിയല്ലേ? എന്നെ മനസ്സിലായോ? ഇല്ല ചേട്ടാ, ഒന്ന് വേഗം നടന്നേ, വെള്ളം വെക്കേണ്ടത്. അമ്പിളിക്ക് ഇഷ്ടായോ? എന്ത്? ഇവിടുത്തെ വീടും പരിസരവും നിഷ്കളങ്കരായ ഇവിടുത്തെ നാട്ടുകാരൊക്കെ. 5:10 എത്തിയാതാ. അമ്പിളിക്ക് എയർപോർട്ടിൽ ജോലിയായ കാരണം ഫ്ലൈറ്റിന്റെ സൗണ്ടൊക്കെ ശീലമായി കാണൂല്ലേ? കേട്ടമ്പിളി, എനിക്കും ഒരു പൈലറ്റ് ആകണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്ത് പറ്റി? എനിക്ക് ഹൈറ്റ് പേടിയാണല്ലോ. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ, ഇവന് വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. UK-ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകും. ഞാൻ പറഞ്ഞിട്ടേ പോകും. ഒരു സെക്കൻഡേ അമ്പിളി, വരൂ. മഞ്ജു, ഒരു സെക്കൻഡേ. മാളു, സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓ, അതിനെന്താ. മാളു, റീൽസ് ഒക്കെ ഇവിടെ ഒന്ന് എടുക്കാം. മുകളിൽ നല്ല വ്യൂ ആ ചേട്ടന് സ്ഥലം കൊടുക്ക്. പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? അതൊന്നും നടക്കില്ല. നീ ഒന്ന് പോയേ. എടി, ഇന്നവിടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ തോന്നാ മതി. അതൊന്നും ശരിയാവില്ല. നീ ഒന്ന് മാറി. ഈ പെണ്ണുമ്പളോ താമസം കൊച്ചേ,
നീ ആ രാജലക്ഷ്മിയുടെ പെങ്ങടെ മോളല്ലേ? അതെ. ഡി കൊച്ചേ, അവിടെ നിന്നേ. ഡി അവിടെ നിന്നേന്ന് ഒരു കാര്യം പറയട്ടെ മോളെ. എന്റെ പൊന്നു ചേച്ചി പിന്നെ പറയാം. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ അവിടെ നിന്ന് കയ്യും കണ്ണും കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ ചെറുക്കനാണെങ്കിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ചെറുക്കനാ. നീയോ തൊട്ടാ പൊട്ടുന്ന പ്രായം. എന്റെ മോളെ ആദ്യം നമ്മുടെ പുറകെ നടക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ നടക്കും. നമ്മൾ വളഞ്ഞൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഉമാരുണ്ടല്ലോ, ഈ തണുപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൈസൂർ, അതുപോലത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇവന്മാരെ പൂതിയൊക്കെ തീരുമ്പോഴത്തേക്ക് വേസ്റ്റ് പോലെ നമ്മളെ വലിച്ചങ്ങ് കളയും. പിന്നെ കിടന്ന് നിന്റെ ഈ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിനകത്ത് ഗൂഗിളില്ലേ, അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ ഇവന്മാരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കരഞ്ഞിട്ടോ വീട്ടുകാരോട് പറഞ്ഞിട്ടോ ഒന്നും യാതൊരു പറഞ്ഞത് എങ്ങോട്ട് കയറി പോകുന്നേ? പറഞ്ഞ് എന്നെ അങ്ങ് വഴി തെറ്റിക്കുമല്ലോ. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂര്. എന്റെ കാര്യം നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി മോളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞതങ്ങോട്ട് പിടിച്ചില്ല. ഇവളൊക്കെ അനുഭവം വന്നേ പഠിക്കൂ. മോളെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? അമ്മേ ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. അമ്പിളിയായി ഇനിയിപ്പോ ഞങ്ങളൊന്നും വേണ്ടല്ലേ, പുതിയ ബന്ധുക്കളൊക്കെ ആയല്ലോ. ആരും ചിരിച്ചില്ല മാവാ, ചമ്മിപ്പോയി. മോനെ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് മോളെ പൊന്നുപോലെ നോക്കണേ മോനെ. ജീവിച്ചിരിക്കണ്ടേ നോക്കാം മാവാ. വിട് വിട്. അയാള് നമ്മുടെ ചക്കനെ ചെക്കി കൊല്ലു. ഇവരുടെ കൂട്ടത്തിലൊരു അമ്മാവനില്ലായിരുന്നോ? നിങ്ങളെങ്ങനെ അയാളെ കുടിപ്പിച്ച് കൊന്നോ? നീ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. എന്നാ പിന്നെ ഇറങ്ങാം. മരുമകനെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചുറുചുറുക്കുള്ള പയ്യനാ. വലിയ എന്നെ നല്ല ഇഷ്ടമായിട്ടോ ചേട്ടാ. നീ പോയില്ലേ? നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതെ കുറച്ച് കാര്യങ്ങൾ അവിടെ സാധനം അവിടെ ഇരിക്കുമല്ലേ? അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ സെറ്റ് ചെയ്തിട്ട് വിളിക്കും. റെസ്റ്റ് എടുത്തോ? അല്ല ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോ? അല്ലാന്ന് അവിടെയൊക്കെ ആൾക്കാരൊക്കെയാണ്. റെസ്റ്റ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ വിളിക്കും. അല്ല ഞാൻ അടിച്ചു അതെ വിളിക്കൂട്ടാ. സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ ഓക്കെ കേട്ടോ കേട്ടോ. എടുത്തോ 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 എടുത്തോ. ഓക്കെ ഓക്കെ പോയി കിട്ടിയിട്ടുണ്ടാവും. അടുത്ത് ഇനി പന്തൽ പന്തൽ നോക്കി നോക്കി ഈ ഇടയിലുള്ള ഒന്നും കത്തണില്ലല്ലോ. മഴ പോയി നോക്കാം, ഊര് നോക്കാം. ഏയ് നിങ്ങൾ ഇത് കണ്ടെങ്ങോട്ടാണ്? ആ ടർസിൽ പോവാ, അവിടെയല്ലേ പരിപാടി. എടുത്ത് കള്ളല്ലത് പൂവാണ്. പോവാ പറ്റിച്ചാണെങ്കില ഉണ്ണികളിനാണ്, പറ്റിക്കും പറയാൻ പറ്റൂല. അതെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് കവർ ഓർന്ന് കാണിച്ചിട്ടില്ല പോടാ. എന്റെ ഒരു സമാധാനത്തിലാണ്. ഒന്ന് പോയിറക്ക. ചേച്ചി അളിയനോ? ആ അളിയാ ആരത്? അവിടെ പോയി കളിച്ചടാ. രണ്ടു ചേട്ടാ എല്ലാം സെറ്റ്. എന്താ പൂവ് പൂവ് പൂവ്. ആ പൂവും വേണ്ട, പൂന്തളിരും വേണ്ട. ഉള്ളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? പരിപാടി തുടങ്ങണല്ലോ. ആളി ഒന്ന് പുറത്തിറങ്ങിയൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ഡെക്കറേഷൻ ഉണ്ട്. അളിയാ ബില്ല് വെച്ചോ. സുഗന്ധി ഫ്ലവേഴ്സ് കല്യാണഹാരം മുല്ലപ്പൂ റബേക്കേ ബൊക്കെ 16,500 രൂപയെ. കാശിറക്കിയുള്ള പരിപാടി എന്റെ കാശല്ലേ? ആരെ കാശായാലും പരിപാടി കളാണോ അല്ലേ? 16,500 രൂപയ്ക്ക് ഈ പൂവും പൂക്കലേക്ക് സെറ്റ് ചെയ്ത സമയത്ത് കുറെ കുപ്പി എടുത്ത് വെച്ചിരുന്നെങ്കിലോ? നാളെ ക്രിസ്മസ് ആണ്, ബിവറയിൽ അടുക്കാൻ പറ്റൂല. വത്സേട്ടൻ പോയി കണ്ടാൽ മതി, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. വന്നമ്മേ. അളിയനെ അറിയാലോ, അച്ഛന്റെ സ്ഥാനത്തല്ല ഞാൻ അളിയനെ കാണുന്നത്. ആകെയുള്ള ഫസ്റ്റ് നൈറ്റ് ആണ്, കൊളാക്കരുത് പ്ലീസ്. സിമിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. സിമിയുടെ കല്യാണം കഴിഞ്ഞോ? ഇതെന്റെ മോനാ. മോനോ? ആ എന്താ മോന്റെ പേര്? ശരൺ. ശരൺ. നൈസ് നെയിം. പണ്ട് തുരുത്ത് സ്കൂളിൽ വെച്ച് 3ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് സംഘനൃത്തം ചെയ്തിട്ടുണ്ട്. നമുക്കായിരുന്നു ഫസ്റ്റ്. സിമിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഞാൻ ഈ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ. ടി വിയിലുണ്ടായിരുന്നു, മുട്ടം വൈറലായിരുന്നു.
പിന്നെ പോയി ഫസ്റ്റ് റൗണ്ട് തന്നെ പോയില്ലേ താടി ആ സിംഗറാ. ഒന്ന് ചെന്നേ. അവന്റെ ശൃംഗാരം കൂടെ പഠിച്ചതാ കൂട്ടുകാരിയാ ക്ലോസ് ഫ്രണ്ടാ. അവിടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. ക്ലോസ് ഫ്രണ്ട് എന്ന് വന്നേ വാ. ഈ വാർപ്പ് എടുത്ത് ഒന്ന് ഫ്രണ്ടിലോട്ടെന്ന് വെച്ചേ. ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ ഈ വാർപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ 4 വരെ വിളിക്കാൻ പോവല്ലേ. പന പോലെ വളർന്നില്ല. നിന്നെ കൊണ്ട് സാധിക്കും. വാ. ഇങ്ങോട്ട് വാ. നിങ്ങൾ പിടിച്ചേ. പിടിക്കാം. ഓക്ക്. പോക്കോ. പോട്ടെ. ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം കേട്ടോ. ഇതെന്താ ഉണ്ണികളി എത്ര നീളം? നീളം വേണ്ട പിന്നെ ഇത് പൊങ്ങി നിക്കണല്ലോ. അത് പരിചയക്കുറവുണ്ടാ. എന്താ മോളെ? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. അയ്യോ ബാത്റൂം ഇവിടെ അല്ലല്ലോ, അവിടെയാണ്. കുത്തിപ്പൊക്കി നിർത്തിയല്ല. ഡ്രസ്സൊക്കെ പെട്ടെന്നാവട്ടെ. അമ്മയായിരുന്നു എന്താടാ ഇവിടെ? ഇവിടെ ചെറിയ ഡെക്കറേഷൻ പരിപാടികൾ. ഇതെന്താ ഇവിടെ കലാപരിപാടി? ഇവിടെ നമ്മുടെ അളിയന്റെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നു. സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇത് 2 സൈഡ് മടക്കി ഒരേ രീതിയിലുള്ള 2 അരയന്നക്കുട്ടന്മാർ റെഡി ആയിട്ടിരിക്കുന്നു. ഇതാണോ നിങ്ങൾ അരയുന്ന? അല്ല ഇത് ഉണ്ടാക്കിയപ്പോ അറിയുന്നായിരുന്നു. ഇപ്പൊ ഇത് പൊങ്ങിക്കണം. എടുത്തോട്ട് പോടാ അവിടുന്ന്. എടാ എടുത്തോണ്ടാ ഇൻസുലേഷൻ. ഇറങ്ങി പോടാ അവിടുന്ന്. അല്ല ഇൻസുലേഷൻ എന്തിനാണ്? പിടിച്ചിട്ട് പോയടാ. കുറച്ചുകൂടെ പരിപാടി വേണ്ട, നീ അങ്ങോട്ട് പോയേ. അറിയുന്ന പൊടിഞ്ഞങ്ങനെ ബാക്കിയെല്ലാം എന്താണ് ഓക്കിന് എല്ലാ ഓക്കിന് പിന്നെന്താ? എന്നാ ടെറസിപ്പി പറഞ്ഞ അടിക്കാം. മോളെ ഈ റൺവേ കണ്ട ഇതൊക്കെ പണ്ട് ഇഷ്ടികളായിരുന്നു. പഴയ ഓർമ്മകൾ. വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് വിളിച്ച് താമസിക്കുക. മൊത്തത്തിൽ വിഷയമായിരുന്നു. ടോമിയുടെ വീട്ടിൽ കോംപ്രമൈസ്. അത് കഴിഞ്ഞ് ഞാനും മുട്ടസിപ്പിയും കൂടി വരുന്നു. മഞ്ഞപ്ര അരമന ഭാരത്തിൽ പോകുന്ന 1.5 അടിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട കച്ചറകളാണോടെ. ഇവൻ അടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു നീ അടിച്ചോ? ഞാനില്ല പറഞ്ഞു. ഇവൻ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞു ഇവനെ കാണാനില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ നമ്മുടെ ആശാനെ എയർമ നിർത്തിക്ക 10-12 പേര്. അവിടെ നിന്നൊരു 10-15 മിനിറ്റ് ഞാനും മുട്ടസിപ്പിയും കൂടിയിട്ട് ചൂട്ടപാടാ. എല്ലാവരും പറന്നോടി. ചേട്ടന്മാരാണോ ഓടിയത്? കഴിഞ്ഞു പോയി. അവരോടി. മനസ്സിലായ? ഓ ഹലോ ഉണ്ണിയെ തുടങ്ങാറായോ? ഇവിടെ സെറ്റ് ആവണല്ലോടാ. ആ ഇവിടെ നല്ല ലൂബിക്ക ഉപ്പിലിട്ട തിരിപ്പുണ്ട്. എടുക്കട്ടെ? ടച്ചിങ്സ് അടിക്കാം. എടുത്തിച്ചോ. അതെ വിളിക്കുമ്പോഴേക്കും കേട്ടാ മറക്കരുത്. ഓക്കെടാ. എടി ഒരു കവറിങ് എടുത്തേ. ആരളിയാ? മറ്റേ അമ്മ സ്വർണം വെക്കാൻ ഫ്രിഡ്ജിലോ? അല്ല എവിടെയാ വെക്കണ്ടേ? റൂമിൽ ഷെൽഫില്ലേ, അതിൽ കൊണ്ടുവച്ചാ മതി. ആ ശരി. കുത്തി കറങ്ങാനോ? അതെ, അവൻ നിന്നോട് സാരി ഉടുക്കാൻ പറഞ്ഞതാ. നിന്റെ കുത്തിക്കറക്കം ഇപ്പൊ കാണിച്ചാ കള്ളൻ പോയാ. അജിമോള് പുട്ടിന് വേണ്ടിയിട്ടുള്ള 4 മുളിക്കാനുള്ള കുറ്റി ഉണ്ടായിരുന്നു. അതെടുത്തോർത്തന്നെ നാട്ടും പുറത്ത് കൊട്ടുക്കലും കോഴിക്കൂടിന്റെ അടിയിൽ നിന്ന് കരയടത്. എനിക്ക് തന്നെ വിഷമം. എന്താ ഒന്നും വന്നേ. ഞാനൊരു കഥ പറയട്ടാ. കഥ പറഞ്ഞിട്ട് ഡേറ്റ് മേടിക്കും. ഇവിടെ മമ്മൂട്ടിയൊന്നും ഇല്ല. ഒന്ന് എണീറ്റ് വന്നേ. ചേട്ടൻ എന്നാ പോക്കോ. കണ്ട പയ്യൻ പറഞ്ഞിട്ടില്ലേ? ബാബാ എണീറ്റോ. ഇപ്പൊ വരാട്ടാ. ഇതേതാണ്ട് തൊപ്പിക്കാരൻ കൂട്ടാ. അത് നമ്മുടെ ജോൺസന്റെ ഇളയതാ. പൊടിയാൻ മൈൻഡ് ചെയ്യണ്ട. വൃത്തിയിട്ടാ. എന്തിന്റെ അത്യാവശ്യം? അതെ നമ്മുടെ ആരോമലിന് എന്തോ ഒരു പന്തിയേട്. എന്തുകൊണ്ടിക്കട്? ഒരു ഭയം. ഭയ? എന്താ മാമ?
ഒന്നുമില്ല പൊന്നെ, ഒന്ന് മാറിയേ. അമ്പിളി, ഞാൻ നേരത്തെ സാരി ഉടുക്കാനാണ് പറഞ്ഞത്, മനസ്സിലായോ? മനസ്സിലായി. ദേ സാരി. എന്റെ ഭാഗ്യം. കിടി 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 കിടി. കണ്ട കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവനെന്തോ എന്താ കുഴപ്പമുണ്ടാവിന്. നീ വന്നേ. ഇവന് പെണ്ണ് കിട്ടിയപ്പോ പ്രാന്തങ്ങനെ കാണും. അളി സ്വന്തം കൊച്ചിനെ വേറൊരാളെ കൊണ്ട് പ്രസവിപ്പിച്ചിട്ട് അത് സ്വന്തം കൊച്ചാന്ന് പറയുന്നതിൽ എന്ത് ന്യായമിരിക്കുന്നു? അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിനെയാണ് പറയുന്നത് സരോഗസി എന്ന്. സരോന ചേച്ചി, സരോജിനിയല്ല, സരോഗസി. ഞാൻ നയൻതാരയുടെ ഭാഗത്താ. നയൻതാര ചെയ്തത് തെറ്റായിട്ട് പറഞ്ഞു തന്നെയാ ശരി. നയൻതാരാണ് ഇവിടുത്തെ വിഷയം. അല്ല, നിനക്ക് ഇവിടെ ഒരു പെണ്ണാലോചിച്ചോണ്ടിരിക്കുന്നു. നേരത്തെ മോളുടെ കാര്യം പറഞ്ഞു, അവളെ ഞാൻ കെട്ടിക്കോളാം. ഇതാ ഞാൻ പറഞ്ഞത്, ചെറുക്കൻ ഒരു പന്നച്ചെറുക്കനാണ്. ഇവൻ ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. അതല്ലേ ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിക്കോളാം. മിണ്ടാണ്ടിരിക്കോ, ഇനിയെങ്കിലും അവനൊന്ന് വെറുതെ വിടും. പോകുമ്പോ ഫുഡ് വാ, അളിയനൊന്നുമില്ല. എന്താ വാ, പറയാം, വാ. എന്താ കൈ വലിക്കില്ലേ? അവിടെ ഇരിക്ക്. അളിയന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാ? ടെൻഷനില്ല, വയറുവേദന ഉണ്ട്, നേരത്തെ മധുരം കഴിച്ചെന്റെ. അതൊന്നല്ല, പെരുമാറ്റത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ? അതെ, ഇപ്പൊ ഇവിടെ ആരുമില്ല, സാധനോട് ഇരിപ്പുണ്ട്. ഒന്നടിച്ചോ ടെൻഷൻ മാറും. എനിക്കെങ്ങും വേണ്ട, നിങ്ങക്ക് വേറെ പണിയില്ലാണ്ടാണ്. വെറുതെ ഇവിടെ പെണ്ണിട്ടാത്ത ഉടുക്കത്തെ കുടിയാണ്. അളിയാ, അനി പറഞ്ഞാലും കാര്യമുണ്ട്. ജ്യൂസിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഒരാളറിയില്ല ഒരു തരത്തിന്. അശോ, കാറ്ററിംഗുകാർക്ക് കാശ് കൊടുത്തിട്ടില്ല, ഞാനിപ്പോ വരാ. മണ്ട മറ്റേ കാര്യം രക്ഷപ്പെട്ട്. അനിയെ, ഒരു കോക്ടെയിൽ റെഡി ആക്കി വെച്ചോ. അളിയനെ ഞാൻ പറഞ്ഞ സെറ്റ് ആക്കിയോളാം. അതിന് സാധനം ഇവിടെ ഇരിക്കുന്നു. സാധനം തേച്ച് ലാബിൻ്റെ അടി ഇരിക്കുന്നു. അതപ്പോ കൊണ്ടുവച്ചു. അത് ഞാൻ കൊണ്ടുവച്ചു. നീയൊക്കെ നേരത്തെ കണ്ട വല്ലതും ഉണ്ടാവില്ല. അളിയാ, മറ്റേ ഈ കുലിക്കണ സാധനം ഉണ്ടോ? നീ ഇവിടെ കുലിക്കൊണ്ടിരുന്നോ? ഇവിടെ ആമ്പിള്ളേരെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക. ഉള്ളത് വെച്ച് ചെയ്യടാ. അവൻ്റെ ഒരു കുലിക്കണ സാധനം. പ്രസവിച്ചൊന്നും വെച്ച് സൗന്ദര്യം അങ്ങ് പോവില്ലേ? അവര് സിനിമാ നടിയല്ലേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അവർക്ക് ശരീരവും സൗന്ദര്യവും ഒക്കെ നോക്കണ്ടേ? ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെങ്കിലേ ഞാനിതുപോലെയൊക്കെ ചെയ്താനെ. പ്രസവിക്കാനും നിക്കില്ല. നാരണ പ്രസവിച്ച തള്ളി പറയണേ. എന്തറിഞ്ഞിട്ട് പറയണേ? എന്താ കുഴപ്പം? എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നാ. ഞങ്ങള് വല്ലപ്പോഴും കാണുന്നവരല്ലേ. ഓ സാഗറേ, അളിയ ഞാനിത് ലൂബിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുക. നമുക്ക് അടിക്കണ്ടേ? എന്തൊട്ട് സാധനം നീ കൊണ്ടേ? അടിപൊളിയായിരുന്നല്ലേ? ഈ കല്യാണ വീട്ടിലെ സമാധാനങ്ങൾ എന്തിനാ? എപ്പോ? അതിന്റെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ പോണേ. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ടാ. അന്ന് അളിയൻ പോയിട്ട് വന്നിട്ട് നമുക്ക് അടിക്കാം. അടിക്കണല്ലേ? അളിയ വാളിയ ഇപ്പൊ തന്നെ സമയം ആ കുടുംബം ഉണ്ടാക്കണോട്ടാ. ശ്രദ്ധിച്ചോ നീ. വാളിയ നീ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ട് അല്ല ഞാൻ പറഞ്ഞിട്ട് അല്ല ഞാൻ ബാക്കി കയറാം. സജീവേട്ടാ, നിങ്ങളെ തേങ്ങ എടുത്ത് ചമ്മന്തി അടിച്ചു. നമുക്ക് രാവിലെ സജീവ, എന്താ പ്രശ്നം? നീ കൊണ്ടുവന്ന സാധനം തന്നെ കൊള്ളാട്ടാ. ഷോ, ട്രിപ്പ് മിസ്സായല്ലോ. നീ സിംഗറിന്റെ കരിക്കും കൂട്ടി പറഞ്ഞ അടിക്കാം. അവന്മാരെ സാധനം അടിച്ച് തീർത്തെന്ന് തോന്നുന്നു. അതാണ് ഈ പ്രശ്നമല്ല. വീര്യം കൂടിയ സാധനം അടിച്ച് എല്ലാവർക്കും വട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും തീർന്നല്ലേ? എന്റെ പൊന്നേട്ടാ, ഞാൻ ആ പിള്ളേരുടെ അടുത്ത് മര്യാദക്ക് അടിച്ചിട്ടിരുന്നല്ലേ. ഇപ്പൊ അതുമില്ല ഇതുമില്ല. ഇപ്പൊ വേറെ എങ്ങനെയാലും സംഘടിപ്പിക്കാടാ. പിന്നെ ഈ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എന്തുകൊണ്ട് സംഘടിപ്പിക്കാൻ? എവിടെ നിന്ന് കിട്ടാൻ? നീ ഒന്ന് അടങ്ങിക്കേ. നീ ഓസിന് മൂഞ്ഞാൻ വന്നവനല്ലേ? അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. അല്ല. ആ ഈ ബിവറേജൊക്കെ എന്തിനാണോ രാത്രി 9 മണിയാകുമ്പോൾ അടയ്ക്കുന്നത്? എന്താ അമ്മയുടെ പ്രശ്നം? അമ്മയിട്ട് പ്രശ്നമൊക്കെ ഞാൻ പറയാ. 3.5 മിനിറ്റ് ഉണ്ട് പറ്റിച്ച്. പിന്നെ വരുന്നില്ലേ? തലയിൽ കൂടി ചാടിക്കയറാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങാണ്ട് പണ്ടാറും സെപ്റ്റിക് ആയി കഴിഞ്ഞാൽ അവള് സുൽത്താസിന് കെട്ടും. നീ വരുന്നുണ്ടോ? ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട. എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. അമ്മ, അതല്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ഇവൾ അവനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട, വരണ്ടാന്നേ. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവല്ലോ. നമ്മളെ അവളെ വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് തിരിച്ചു പോരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരോമലിന്റെ കാര്യം ആലോചിക്കണ്ടേ? എടി, വേറെ ഒരുത്തനെ മനസ്സിലുകൊണ്ട് നടക്കുന്ന ഒരുത്തിയുടെ കൂടെയാണോ എന്റെ മോൻ ഇനി ജീവിക്കേണ്ടത്? പറ. അതല്ല, എന്നാലും അതെ, എന്റെ മോനെ ഇവള് പോയ വേറെ പെണ്ണിനെ കിട്ടു. അത്രേ ഉള്ളൂ. അമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവനെ തല്ലണം. അവൻ എന്നെ ചതിച്ചു. എടി കൊച്ചേ,
നീ കൊറേ നേരെ ചതിച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട് അവളോള് സുജിത്ത് വാസു. അമ്മ വെറുതെ ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യും, വണ്ടി അങ്ങോട്ട് ഒതുക്ക്. വണ്ടി ഒതുക്കുന്നേ. ഒതുക്കമ്മേ വണ്ടി. അമ്പിളി, നീ കാര്യങ്ങൾ ഞങ്ങളോട് കൃത്യമായിട്ട് പറ. അവൻ ചതിച്ചു ഇവൻ ചതിച്ചു എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എന്താ നടന്നേന്ന് പറ. പറയാം, പക്ഷെ ചിലപ്പോ പറഞ്ഞു തീരുമ്പോ ഒന്ന് നേരം വെളുക്കും. കുഴപ്പമുണ്ടോ? നീ ആ നടന്ന കാര്യം എന്താന്ന് മാത്രം ഒന്ന് ചുരുക്കി പറ. പറയാം. ഞങ്ങൾ ഇഷ്ടത്തിലായിട്ട് ഏകദേശം ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഒരു ദിവസം അവൻ എന്നെ ഫോൺ ചെയ്തു. ആ പറ സുജി. എവിടെയാ ഇത്? ഞാനേ ഇതിന്റെ വീടിന്റെ മുമ്പിലുണ്ട്. ഇവിടെയോ? നിന്റെ വീടിന്റെ ബാൽക്കണി ഇതന്നല്ലേ? അയ്യോ, പതുക്കെ വന്നാ മതി. എവിടെ എവിടെ? അയ്യോ എടാ, എന്തെവിടെ? ആൾക്കാരും എല്ലാം കാണും, ഒന്ന് പോ. പെട്ടെന്ന് താഴേക്ക് വാ, സംസാരിച്ചിട്ട് പോവാ. എടാ, വീട്ടുകാരൊന്നും ഉറങ്ങിയിട്ടില്ല, നീ എന്താ പരിപാടിയെ കാണിക്കുന്നേ? ഇത്ര പേരെ വന്നല്ലേ, ഒന്ന് സംസാരിച്ചിട്ട് പോവാ. താഴേക്ക് പാടോ. എന്തിനാ? ഒന്ന് വാടോ. ഞാൻ അവിടെ പുറകിലുണ്ടാവും, നീ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യേ. ഞാൻ പയ്യെ പയ്യെ അടുക്കള വാതില് വഴി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വീടിന്റെ പുറകിലൊരു ചായപ്പില്ലേ, കണ്ടിട്ടില്ലേ ചായപ്പ്, അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. എടാ എന്താണ്? അച്ഛനമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല, ഇവിടുന്ന് വേഗം പോണം. ഇവിടെ ഇനി ആരും വരാനൊന്നും പോകുന്നില്ല. എടാ കാര്യം പറ നീ. കാര്യം എന്തോന്നും അറിയാത്ത പോലെ. ഹലോ, താൻ വരില്ലെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്നോട് എത്ര കാലമായിട്ട് ഞാൻ റൂം വയ്ക്കണേ. എടാ എന്തൊരു ശബ്ദം കേട്ടില്ലേ നീ? കണ്ടില്ല നീ. ഏയ്, അവിടെ നിന്ന് ആരുമില്ല. സുജിത്ത്, എനിക്ക് പേടിയാവുന്നു. ഞാൻ പോയി നോക്കാം. അയ്യോ പോലെ, എനിക്ക് പേടിയാവണു. കുഴപ്പമില്ലടി, ഞാൻ നോക്കാം. എന്റെ കാര്യം എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. ചേട്ടാ, ഇവിടെ ആരോ ഉണ്ട്, ഞാൻ കണ്ടതാ, നോക്ക്. ഇതാണ് പരിപാടി അല്ലേ? ഒന്ന് വേഗം വാ. എന്തൊരു ബഹളം കേട്ട്? ഞാനും കേട്ടു. അല്ല, നീ എന്താ ഇവിടെ? ഞാനും ബഹളം കേട്ടു. നമുക്ക് പോയിട്ട് നോക്കിട്ട് വരാ. അളിയാപ്പോ വണ്ടി അതവിടെ ഇരിക്കട്ടെ. വാ. തന്നപ്പടി വരുന്നുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ? ഇപ്പൊ ആദ്യരാത്രി നേരത്തെ ഇവളുടെ അടുത്ത് ഒരുത്താൻ ഇറങ്ങി ഓടിട്ടുള്ളൂ. ഇപ്പൊ സുധേട്ടോ എല്ലാം അറിയുന്നുണ്ടാ? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ല, എനിക്കൊരു സംശയം. നിന്നോട് ആരെങ്കിലും ഈ മുറിയിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോടി? കണ്ടാ പറയാൻ എന്താ നിന്നെ നാക്കിറങ്ങിപ്പോയോ? അന്ന് അവിടെ കൂടിയ നാട്ടുകാരുടെ കൂട്ടത്തിൽ അവനെ കണ്ടത് അതെനിക്കൊരു ഷോക്കായിരുന്നു. അവനൊന്നും മിണ്ടാതെ ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിന്ന് പോയി. അവൻ പോയി അങ്ങ് ദൂരെ പോയി. ഇതുപോലൊരു ഊളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
തെച്ചിപ്പൂവേ തെങ്കാസിപ്പൂവേ മച്ചാനെ പാറുന്നടേ വായോ വായോ. പാട്ടെടുത്തോ മനുഷ്യയുടെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും പിള്ളേരാളിയാണല്ലോ. എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാ? ഇന്നെന്റെ കല്യാണമാണ്, ഫസ്റ്റ് നൈറ്റ് ആണ്. ഞാനാണ് ഈ പാട്ട് ജീപ്പിൽ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണേ. അളിയൊന്ന് മനസ്സമാനപ്പെട്, നമ്മളവിടെ എത്താൻ പോവല്ലേ. ചെല്ലുന്നു, കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. മിണ്ടി പോരുത്. മേലൊന്ന് കഴുകുക, പല്ലേക്ക, ഏലക്കെടുത്ത് വായിലിടുക, മാങ്ങാത്തൊലി. നിങ്ങളാണ് എല്ലാത്തിനും കാരണം. വലത്തോട്ട് തിരിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ ബാറുണ്ട്. ഒന്നും മിണ്ടായിരിക്കോ? ഉണ്ണിയാളിയാ, നമ്മുടെ ഷാറോണില്ലേ, ആളും മിടുക്കനാ. 19 വയസ്സുള്ളൂ ചെക്കന്. നമ്മളിപ്പോഴും അങ്കമാലി കിണർ തുടങ്ങുമ്പോഴേ ചെക്കൻ സൈക്കിളില് ഹിമാലയത്തിൽ പോയിട്ട് വന്നു. അതേന്നെ, തിരിച്ചു വന്നപ്പോ വൻ സ്വീകരണം ഉണ്ടായിരുന്നു. ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അവൻ. മനോജേട്ടാ, അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണത്? നമ്മളിപ്പോ അങ്ങോട്ടല്ലേ പോണത്. നമ്മൾ ഈ ഷാജിയുടെ പെങ്ങൾ അമ്പിളിയുടെ വീട്ടിലോട്ടാണ് കെട്ടിയെടുക്കുന്നത്. അങ്ങോട്ട് പോകാൻ ഉണ്ണികളെ പറഞ്ഞേ. ആ അമ്പിളിയുടെ അടുത്തേക്ക് പോകാനല്ലേ പറഞ്ഞേ? പിന്നെ ഈ പാവപ്പെട്ടന്റെ ഭാര്യ അമ്പിളിയുടെ വീട്ടിലേക്ക് പോകാനാ പറഞ്ഞേ. നിന്റെ ഭാര്യയുടെ പേര് അമ്പിളിന്നാ? ഫ്ലെക്സ് വെച്ചപ്പോ കണ്ടില്ലേ അമ്പിളി ആരോമലിന്? ഞാനത് വായിച്ചില്ല. നീ വഴിന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി, കള്ളൻ. ദൈവമേ, പിടിച്ചേനേക്കാളും വലുതാണല്ലോ ആളേല്. എന്റെ മനോജ്, നീ ഒന്ന് വണ്ടി തിരിച്ചേ. എനിക്ക് കൃത്യമായിട്ടുള്ള വഴി അറിയില്ല. അമ്മനോ, ആ ഗൂഗിൾ പേ ഒന്നിട്ട് കൊടുത്താ. ഗൂഗിൾ പേ പ്രോപ്പർ വൈപ്പിനാണോ? കോപ്പർ വൈപ്പിനല്ല, വൈപ്പിന്ന് ഇട്ടാ മതി. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടി എടുത്തേ. രാജലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂൾ. ഇതാര്? എന്നെ മനസ്സിലായോ? ഒന്നും പറഞ്ഞേ, ആരാന്നൊന്ന് പറഞ്ഞേ. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പ്രായപ്പോ ഓർമ്മയൊക്കെ പോയി തുടങ്ങിയില്ലേ. ഞാൻ കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അവിടെ, ബെന്നി, 2012. മനസ്സിലായി. നീയോ? അയ്യോ, നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നീ പോലീസിലാ? പോലീസിലേക്ക്. എങ്ങോട്ട് രാത്രി? ഇന്ന് എന്റെ മോന്റെ കല്യാണായിരുന്നു. ഇതെന്റെ മരുമോളാ. രാത്രി ആയിപ്പോ അമ്മയെ കാണുന്നു. അയ്യോ പാവം. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. എങ്ങോട്ടാ സ്ഥലം? എവിടെയാ? വൈപ്പിൻ ഭാഗത്തേക്കാ. നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോണേ. ഈ കുട്ടി അമ്മയുടെ ഇങ്ങോട്ട് വരാൻ. അയ്യോ, അവൾ നമുക്ക് തീരെ വയ്യ. രാത്രി യാത്രയൊന്നും പറ്റില്ല, അതാ. എന്താ ടീച്ചർ, വണ്ടിക്കൊരു മാറ്റമില്ലല്ലോ. ഇവന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. 2 തവണ ടെസ്റ്റ് എടുത്തിട്ടാ ഇവൻ പാസ്സായത് തന്നെ. സ്റ്റിയറിംഗുമ്മ കൈ പിടിച്ച അപ്പ തുടങ്ങും കൈവറ. ഇവനെ പോലെ ഒരു മരക്കഴങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടില്ല. ടീച്ചർ, ഞാനിപ്പോ ഒരു എസ് ആണ്. എന്തിനാ വെറുതെ ഇതൊക്കെ പറഞ്ഞോടെ? പണ്ടിവന് ചിറ്റേപ്പാടത്തെ വഴി കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പേ ഓപ്പോസിറ്റ് ഒരു ലോറി വന്നു. അപ്പം തുടങ്ങിയത് അവന്റെ കൈവറ. വണ്ടി അടുത്തേക്ക് വന്നപ്പോ ഉണ്ടല്ലോ, ഇവൻ സ്റ്റിയറിംഗ് ഒരു ഒറ്റ വെട്ടിക്കല. വണ്ടി നേരെ കണ്ടത്തില്ല. അന്ന് അവരവിടെ പറഞ്ഞ തെറി എന്റെ ജീവിതത്തിൽ ഞാൻ മറന്നിട്ടില്ല. അല്ലടാ. ടീച്ചർ ഒന്ന് ഒതുക്കി. ഓത് ടീച്ചറെ. അത് ശരി. ടീച്ചർ കീച്ചയുണ്ടല്ലേ? ഞാൻ അത് അല്ല ബെന്നി, അത് സാറേ, ആ വളവ് വരെ എന്റെ മോളാ ഓടിച്ചത്. ഞാനത് ഇപ്പൊ കേറിയതേ ഉള്ളൂ. ശരി, ടീച്ചറോട് മാറിയെന്നേ. ഒന്ന് മതി. ടീച്ചറേ, മെഷീൻ കേടാണ് സാറേ. കേടാ, വെള്ളം അടിക്കണേ ശരീരത്തിന് കേടാ. പ്രശ്നമാണല്ലോ ടീച്ചറെ. ഇതിപ്പോ 10 20,000 കിട്ടേണ്ടി വരും. അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മോനെ ബെന്നി, അല്ല ബെന്നി സാറേ, ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ടീച്ചറല്ലേ, ഒറ്റ തവണ പരിഗണിച്ചൂടെ? അതൊന്നും നടപടിയാവണ കേസല്ലെന്നേ. നീയും വിട്ട് ഒരു പരിപാടിയില്ല. ബന്ധം സ്വന്തം നോക്കാൻ പറ്റുന്നില്ല. പഴയ പേടുത്തോണ്ട് ബെന്നിയൊന്നല്ല ഞാൻ. ഈ കാക്കി ദേഹത്ത് കയറിയപ്പോ ഞാൻ ഇങ്ങനെയാ. പോയി കിട്ടി.
ഇതേതാ സ്ഥലം മനോജ് ചേട്ടാ? ഞാനും അതാ ഇപ്പൊ നോക്കുന്നേ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു വഴി തെറ്റിയോന്ന്. അമലു, ഗൂഗിൾ മാപ്പ് എന്താ പറയുന്നേ? മാപ്പ് പറഞ്ഞു നേരെ പോവാൻ. നോക്കിയേ. ഉങ്ങളിയാ സ്ഥലത്തിയാ ഏതോ സ്ഥലത്തി റോഡോട് പോയി മനോജ് ചേട്ടാ. സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. അയ്യോ എന്തുട്ടുണ്ടായി അമ്പിളിയുടെ വീട് പുഴയെടുത്ത് പോയാ? ഈ ജീപ്പിന് ഒരു വാതിലൂടെ വേണം. ബുദ്ധിമുട്ടാണല്ലോ. എന്റെ മനോജ് എപ്പ വണ്ടി ഓടിച്ചാലും നീ പരാജയമുള്ള. എന്റെ അളിയെ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയില്ലേ വണ്ടി ഓടിച്ചേ. എന്നിട്ട് ഗൂഗിൾ മാപ്പ് എന്താ പറയണേ? ഗൂഗിൾ മാപ്പ് പറഞ്ഞ് നേരെ പോയാ മുങ്ങിച്ചാവും. ഇങ്ങട്ടാ ആ അളിയ ഒരു ഐഡി വരട്ടെ. പറ. ഞാൻ മൂത്രച്ചിട്ട് വരാം. ആർക്കാണ്ട് വേഗം വന്നോട്ടാ. 100%. നീ ആദ്യം വഴി കണ്ടു ഓടിക്കും. ഒരു വഞ്ചി സാധനം ഇരിപ്പുണ്ട് അടിക്കാൻ. അവിടെ ചോദിക്കും. ആരാമല്ലേ സാധനം ഇരിപ്പ്. എന്റെ തലമുണ്ടൻ. കിട്ടിയില്ലേ? ഇവിടെ മൊത്തം വരുന്നല്ല. എന്റെ മോന്തമ്മ മൂത്രം വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാവണേ, മനസ്സിലായ? ഉണ്ണികളിന്റെ ശബ്ദമല്ലേ കേൾക്കണത്? പുള്ളി ആരോട്ട് തോട്ടി പിടിച്ചെന്ന് തോന്നണട്ടാ. വാ 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 വാ. എനിക്കറിയില്ല. ഉണ്ണികളി എന്തിനാ അവരോട് സോറി പറഞ്ഞേ? അതാ ഉറങ്ങണ ആളുടെ മോന്തം മൂത്ര വെച്ച് സ്വന്തം അച്ഛനേലും തല്ലില്ലേ? പിള്ളേരുണ്ടാ വിട്ടെ, നമുക്കുള്ള ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ആ ചെക്കന്റെ തലേ തന്നെ നിനക്ക് മൂത്രമൊഴിക്കണോ അല്ലേ? മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട് കണ്ണ് കണ്ട് പോയതാളിയാ. അളി ലോക്കൽസ് ആട്ടാ, അവിടെ സേഫ് അല്ല, വേം വിടാം. ഈ ലോക്കൽസിനെ കുറെ കണ്ടുള്ളടാ ഈ ഉണ്ണി. നീ കയറി വേണ്ടി. ഞാൻ കയറിയിട്ട് പോരെ. കേറ്. എല്ലാരോടും അവിടെ കിടന്നല്ലാതെ ഇതുവഴി വന്നൂടെ? സ്ട്രൈറ്റ് ഞാൻ ഈ സുജിത് വാസുവിന്റെ അടുത്തോട്ട് മൂത്രമൊഴിക്കാൻ പോലും വണ്ടി എടുത്തോട്ടാ. വണ്ടി എടുത്തോ. പ്രാർത്ഥിച്ചിട്ട് മതി. അതല്ല, അജിമോളുടെ കീ കാണാനില്ല. ആ പോക്കറ്റിലങ്ങനെ നോക്ക്. ഇല്ലെന്നേ. നിലത്തുണ്ടാവും. ഇനിയിപ്പോ ഇടയിൽ അങ്ങനെ പോയി കാണോ? ഇതെന്തോ വാറ്റാണെന്ന് തോന്നണേ സാർ. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കൂ ബെന്നി സാറേ, പ്ലീസ്. ടീച്ചറെ റീഡിങ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. പിന്നെ മെഡിക്കൽ എടുക്കണം, 2 ജാമ്യക്കാർ വേണം. ചില്ലറ കാര്യമൊന്നുമല്ലത്. ഓ ഇനി ആവർത്തിക്കില്ല സാർ, ശരിക്കും. സംഗതി ഞാൻ വിട്ടുതരാം. പക്ഷെ നാളെ രാവിലെ സ്റ്റേഷനിൽ വരണം. മെഡിക്കലിൽ നടക്കൊന്നും തോന്നില്ല. പക്ഷെ കേസ് അറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ കൂട്ടത്തിൽ കുടിക്കാത്ത ആരെല്ലാം ഉണ്ടാ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാകാൻ സമ്മതിക്കാം, ഇല്ലെങ്കിൽ ഒരു പേര് നടക്കൂലോ. ശ്രീകുട്ടി ഇങ്ങോട്ട് വാ, വേഗം വാ. ഒന്ന് പാടി. ഇവള് കുടിക്കില്ല. ആണോ? നോക്കട്ടെ, ഒന്ന് നോക്കി. ഹോ, സമാധാനം. കൂട്ടത്തിൽ കുടിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ. ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ശരി, നീ അവരെയും കൂട്ടി പോകുന്നുണ്ട്. മരുമോളെ കൊണ്ട് പൊക്കോ. വലിയ ഉപകാരമുണ്ട് സാറേ. ശരി, ചെല്ലി. വാ, നീ വണ്ടി എടുത്തോട്ടാ. ഞാൻ തന്നെ ഓടിക്കണോ? പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് പോണ്ടേ? വേണോ? വേഗം സ്റ്റാർട്ട് ചെയ്യാൻ. ചവിട്ടിപ്പിടിക്ക്, ബ്രേക്കില് കാല്. മോളെ ഫസ്റ്റിലിട്. ആ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യ്. ഇനി ഫസ്റ്റിലിട്ട് നേരെ ഫസ്റ്റിലിട്ടു. എടുത്തോ എടുത്തോ. ഇവരുടെ പോക്കാനായിട്ട് വൈപ്പിനെത്തുമ്പോഴേക്ക് ന്യൂ ഇയർ കഴിയും.
മോളെ ഓക്കെ അല്ലേ? എന്നാ മോളെ വണ്ടി കയറിക്കോ. വാ. ഡീ നീ അങ്ങോട്ടാ പോന്നേ? വണ്ടി എടുക്കാൻ. ആ ഓടിച്ചതൊക്കെ മതി. നിന്നെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച എന്നെ വേണം പറയാം. പോടി അങ്ങോട്ട്. പിന്നെ ഞാനല്ലേ കാണായിരുന്നു. അതെ, അന്ന് അവൻ പോയിട്ട് പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? ആര്? സുജിത്തിനെയോ? കണ്ടു. എടാ ഞാൻ പോവാ, ബൈ. എന്റെ മുമ്പിൽ നിന്നൊന്ന് പൊക്കെ. ഞാൻ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. എടാ ഞാൻ പറയുന്നു കേക്ക്. ഒരു പെണ്ണും പൊറുക്കത്തേറ്റാണ് ഞാൻ എന്നോട് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, പക്ഷെ എന്നെ വേണ്ടെന്ന് മാത്രം പറയരുത്. ഞാനിപ്പോ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ആരാ? രാത്രി സമയത്ത് ഏതോരുത്തരെ വീട്ടിൽ വിളിച്ച് കയറ്റിയ പെണ്ണ്. അതിനെന്ത് മറുപടി നിനക്ക് പറയാനുള്ളേ? എടോ ഒന്ന് നാട്ടുകാരൊക്കെ കൂടിയപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇത്രയൊക്കെ ചെയ്ത് നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അതുകൂടെ പറഞ്ഞതാ. തെറ്റെന്റെ ഭാഗത്താ. വേണേ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ എന്നോട് ഒഴിഞ്ഞു പോകാൻ മാത്രം നീ പറയരുത്. ഇത് പറയാൻ വേണ്ടി ഞാൻ 6 ദിവസം നിന്റെ പുറകെ നടക്കുന്നു. എന്നാ നീ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കേ. മോളെ ഒരു 2 ദിവസം സമയം താ. എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയില്ല എനിക്ക്. ഞാൻ എന്തായാലും വന്ന് പറയും. എടോ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റൂല. ആ സമയത്തൊക്കെ ആകെ പ്രശ്നമായിരുന്നു. പുറത്തിറങ്ങിയ നാട്ടുകാരുടെ കളിയാക്കലും ചിരിയും. അതിനപ്പുറമായിരുന്നു വീട്ടിലെ സ്ഥിതി. എന്നെ കണ്ണിന് നേരെ കണ്ട അമ്മ അപ്പൊ തുടങ്ങും കുത്തുവാക്കും ചീത്ത വിളി. വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഇനി നാട്ടുകാർ എന്തറിയാനാ ബാക്കിയുള്ളേ? ഡീ ഒന്നവിടെ നിന്നേ. നീ മാത്രമല്ല, ഇവളൂടെ ഉണ്ട് ഇവിടെ. ഇവളുടെ ഭാവിയും കൂടെ നോക്കണം ഞങ്ങൾക്ക്. അന്നേരത്തന്നെ ഇറങ്ങി ഓടയില്ലേ? ഇനി ആ മറ്റവനെ മനസ്സിൽ കണ്ടോണ്ടാണ് ഇപ്പോഴും നീ ജീവിക്കുന്നെങ്കിലേ, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. അവൻ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ട. ബീനമേമ ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ പെണ്ണ് കാണാൻ വരും അവര്. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ അവര് വരുന്നേ. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ അത് നടത്തും. നോക്കിക്കോ. ആ പിന്നെ മതി മതി, മോള് ചൊല്ലു, നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാർ പറയുന്നത് നിങ്ങളും കേൾക്കുന്നേ. നീ ഒന്ന് അടങ്ങ്, ഞാൻ സംസാരിച്ചോളാം. ഹലോ ഹലോ പറടോ. നാളെ എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അവരിത് എന്തായാലും നടത്തും. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വരട്ടെ, പെണ്ണുണ്ട് പോട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. നീ എന്തൊരു നിസ്സാരമായിട്ട് ഇത് പറയുന്നേ? എന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് നന്നായി അറിയാം മോളെ. അറിയണ്ടല്ലേ ഈ പറയണേ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, അതിനാരും വന്നാലും. എന്നാ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? നമുക്ക് ബാംഗ്ലൂർക്ക് എങ്ങനെ പോയാലോ? അവിടെ പോയി കല്യാണം രജിസ്റ്റർ ചെയ്യാം. ഒരു 1.5 മാസം കഴിയുമ്പോൾ വീട്ടുകാരെ നമ്മളെ തിരിച്ചു വിളിക്കും. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല. നിങ്ങൾക്കറിയാലോ, ജോലിയും കൂലിയില്ലാണ്ട് കല്യാണക്കാരെ വീട്ടിൽ പറഞ്ഞുള്ള അവസ്ഥ. ബാംഗ്ലൂർ ആരാ ഉള്ളേ? നമ്മുടെ വിനോദില്ലേ, അവൻ ബാംഗ്ലൂരാ. തൽക്കാലമല്ല അവൻ അറിയിച്ച് ചെയ്യും. എനിക്കൊരു 4 ദിവസം കൂടി സമയം താ, ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. എന്നിട്ട് 17-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. അടിപൊളി. എനിക്ക് പതുക്കെ ഒരു ആശ്വാസമൊക്കെ തോന്നി തുടങ്ങി. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയും പോയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഒന്ന് സെറ്റാക്കിട്ട് പറ, വിളിക്കണേ. ഞാൻ വിളിച്ചോളാം. ഓക്കെ. ഹലോ ഹലോ, എവിടെയത്? എത്ര ദിവസമായിട്ട് ഞാൻ വിളിക്കുക. ഞാൻ ഒടുക്കത്തെ ഓട്ടത്തിലായിരുന്നു മോളെ, കാശ് ഒപ്പിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. വെക്കല്ലേ. എന്താ കാര്യം? ഞാൻ 2 ദിവസമായിട്ട് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ മോള് മറ്റൊന്ന് പോകുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. നീ ആണെങ്കിലും ഒന്നും പറയുന്നുമില്ല. അങ്ങനെ സീനൊന്നുമില്ല. അവിടെ ചെന്ന താമസം പ്രശ്നമൊക്കെ നോക്കണ്ടേ. ചിലപ്പോൾ 2 മാസം താമസിക്കേണ്ടി വന്നല്ലോ. അപ്പം അതിനുള്ള പൈസ ഉണ്ടാക്കാനുള്ളൊരു ഓട്ടത്തിലായിരുന്നു ഞാൻ.
ഇതാണോ പ്രശ്നം? ഇത് നിനക്ക് എന്നോട് പറഞ്ഞാ പോരെ? എന്താ കാണുന്ന പറഞ്ഞേ? ദേ ഇത് വെച്ചോ. നീ ഇനി ഓടണ്ട. ഇത് വിറ്റോ പണയം വെച്ചോ പൈസ വാങ്ങ്. എന്താ മോളെ ഇത്? എന്തൊക്കെയാ കാണിക്കണേ? ഗോൾഡ് ഒന്നും വേണ്ട, കുറച്ച് കഷ്ടപ്പെടൽ സാറില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തോളാം. എവിടുന്ന് സെറ്റാക്കുമെന്നായി പറയുന്നേ? നമുക്ക് നാളെ പോണ്ടേ? എന്നാലും ഇത് വേണ്ട. അങ്ങനെ പറയല്ലേ. ഇത് കൊണ്ടുപോ പ്ലീസ്. എടോ വേഗം പോ പോ. അന്ന് പോയിട്ട് ഞാൻ അവനെ കുറേ വിളിച്ചു, കിട്ടിയില്ല. ഫോണാണെങ്കിൽ ഓഫും. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. ഞാൻ അവനെ വീട്ടിലും നാട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെ എങ്ങും കണ്ടില്ല. എന്തോ സംശയം തോന്നി. ഞാൻ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി സുജിത്തിനെ സെർച്ച് ചെയ്തപ്പോൾ അവൻ നാട്ടിലെങ്ങും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ നോറി നീ പിന്നെ കണ്ടില്ലേ? കണ്ടു. എന്ന്? ഇന്ന്. ഇന്നോ? അതെ, ഇന്ന്. ഇവിടെ പായസം കിട്ടിയില്ല ചേട്ടാ. ഇവിടെ ചേട്ടാ പായസം കൊണ്ടുവാ. ഇത്രയ്ക്ക് തെണ്ടി എന്ന് പ്രേമിച്ച് നടന്നപ്പോ മനസ്സിലായില്ലേ മോളെ? ഇല്ല. പിന്നെ ഞാൻ അറിയുന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നെന്ന്. ചേച്ചി ഇതാണോ ആള്? കാണിച്ചേ. ഇവനൊന്ന് കണ്ടാ പോരാ, കൊടുക്കണം. നല്ല ചെവി കുറ്റി നോക്കി കൊടുക്കണം. വേണ്ടേ? വേണം. അവന്റെ ഒക്കെ കുടുംബത്തേരെ അടിക്കണം. വിട്ടേ.